രാഹുൽ 11,201. മാറ്റോ 11,201. 11,201. ഓക്കെ കുറെ കണക്കാത്തിയോട്ട് പറയുന്നത് നന്നായി തെറ്റായി പറയാൻ പഠിച്ചു. അപ്പൊ ഒന്നുകൂടെ പറയാം 1,1,2,0,1. 11,201. ചിലപ്പോ ഉണ്ടല്ലോ ഈ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാര് ഞാൻ ചെവി കേൾക്കാം എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, പ്രായമായവരെ കൂടെ പരിഗണിച്ചാൽ നമ്മള് ഇത് ഒരാൾ ഇപ്പൊ ഓസ്ട്രേലിയയുടെ കളി കേട്ടോ വേണ്ടാന്ന് വെച്ചിട്ട് കണ്ടോണ്ടിരിക്കാന്നൊരു പ്രേക്ഷകൻ എഴുതി, അതുകൊണ്ട് സ്കോർ കാണിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ മനസ്സിലായി. അപ്പൊ അത്രയും വല്ല ഒരു അവസ്ഥയില്ല. ഓക്കെ നിങ്ങള് മാത്രമല്ല നിങ്ങൾ വേളം വെക്കുന്ന നേരത്തെ ഒരു പാട്ട് പാടിക്കൂടെ എന്നൊക്കെ ആൾ ചോദിക്കുന്നത്. ഈ പാട്ടിന്റെ ഒരു മാർക്കറ്റ് ആ പ്രജിന ഈ പ്രശ്നമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടുക. അല്ലെങ്കിൽ പണ്ടേ ഇന്നസെന്റ് പറഞ്ഞു ഈ പാടുന്നവർക്ക് ഒരു ചെറിയ അഹങ്കാരം. നന്നായി പാടുകയും ചെയ്യും, നന്നായി പാടുകയും ചെയ്യും. ആ പ്രശ്നം നന്നായിട്ട് പാടുക. അവന്റെ പാട്ട് നമുക്ക് ലെവലാക്കണം. ലെവലും ചെയ്യാൻ നല്ല അർത്ഥത്തിൽ. ഓക്കെ പോസിറ്റീവായിട്ട്. അവനോട് തീരെ അസൂയ നമുക്കില്ല. അവനോട് തീരെ അസൂയില്ല, പാട്ടോട് തീരെ അസൂയില്ല അല്ലേ? പാട്ടല്ലേ അറിയൂ, ആകെ ഒരു ആശ്വാസം അല്ലേ? മാരക പറച്ചിലായി പോയി. അവൻ തിരിച്ചിങ്ങോട്ട് വരത്തില്ല, പാലക്കാടല്ലേ. അവൻ അവിടുന്ന് വണ്ടി പിടിച്ച് ചെമ്പൈ ആ വഴി അവനക്ക് പോകണം. പുള്ളിക്കാരൊരു പാട്ടുകാരനായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം. അല്ലാതെ പാരായണം നിങ്ങളെ പോലെ പാരായണന്മാരാവാൻ താല്പര്യം. അല്ല, അവൻ പാട്ടുകാരനാ. ആ പാട്ടിന്റെ ഇടയിൽ ഇത്തിരി പാരായണം, നമുക്ക് പാലക്കാടേക്ക് പോകാം. പാലക്കാട് ചരിത്ര വിജയം നേടാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ചരിത്ര വിജയം 11,201 വോട്ടിന്റെ നിർണായക ലീഡിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉയർന്നു. രാധാകൃഷ്ണന്റെ പ്രവചനം ചേലക്കരയിൽ തെറ്റുന്നു. ചേലക്കരയിൽ 11,936 വോട്ടുകൾക്ക് ഇപ്പോൾ പാലക്കാട് 10,000 കടന്നു അല്ലേ? 11,000 മാറ്റൂ. ഇതൊക്കെ നേരത്തെ അടിച്ചു വെച്ചാൽ 11,201 11,936 രാഹുൽ മാങ്കൂട്ടത്തിൽ വേഴ്സസ് യു ആർ പ്രദീപ്, ചേലക്കര വേഴ്സസ് പാലക്കാട്, പാലക്കാട് വേഴ്സസ് ചേലക്കര. ആരുമായി മത്സരിക്കാനില്ലാതെ പ്രിയങ്ക ഗാന്ധി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. മത്സരിക്കാനേ ആളില്ല. 3,15,518 വോട്ടിന്റെ പ്രിയങ്ക ഗാന്ധി അല്ല വിജയ. പ്രിയങ്ക ഗാന്ധി അറിയാതെ ചോദിക്കും സത്യൻ മുഖേരി കഹാ ഹേ, കഹാ ഹേ ഷെയ്ഖാനെടുത്തു. മൊകേരി പറഞ്ഞത് മൊകേരി പ്രിയങ്കാന്തിയോട് പറഞ്ഞു ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു. മൊകേരി അങ്ങോട്ട് പറഞ്ഞു ഞാൻ ജയിക്കും. രാഷ്ട്രീയ ചർച്ച ധൈര്യം ഉണ്ടോ ചോദിച്ചു ഉണ്ടാവുമെന്നാ പറയുന്നത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അതെനിക്ക് നേരത്തെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഇല്ലൊന്നും അങ്ങനെ പറഞ്ഞില്ല. എന്ന് രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിയങ്ക ചിരിക്കുക മാത്രം ചെയ്തു എന്നുള്ളതാണ് സത്യം പറയുന്നത്. എനിക്കൊന്ന് എതിർ സ്ഥാനാർത്ഥിയോട് നല്ല ആദരവ് ഒരു കാണിച്ചു. ഉറപ്പായും അവിടെ മറ്റിടത്ത് ഈ ഹസ്തദാനം ഒരു പ്രശ്നമായിരുന്നു. വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് നമ്മൾ മാധ്യമങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തണം. അവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം. ഈ വയനാട്ടുകാർ കുറെ പ്രശ്നമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പൊ തന്നെ അതിലേക്ക് ഇറങ്ങണം അല്ലേ? കാരണം ഒരു സന്ദർശകരുടെ റോള് വരാതെ അവിടെ തന്നെ ഉണ്ടാകും അല്ലേ? ബാക്കി ഒന്നും ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് വയനാട്ടുകാരുടെ ദുരിതത്തിന് അറുതിയില്ല. അവിടെ മെഡിക്കൽ കോളേജ് വേണം. ഓരോ അരമണിക്കൂറിലും 4, 5, 6, 7 ആംബുലൻസുകൾ ഇങ്ങനെ വീന്ന് പൊക്കോണ്ടിരിക്കുക. കോഴിക്കോട്ടേക്ക് പോവാണ്. മാത്രമല്ല ഒരു മാധ്യമം എന്നുള്ള നിലയിൽ 24 വയനാടിനൊപ്പം നിൽക്കും. കട്ടക്ക് നിൽക്കും. മെഡിക്കൽ കോളേജ് വയനാട്. മെഡിക്കൽ കോളേജ് കീ ജയ് അല്ല അതെ നമുക്കൊരു ക്യാമ്പയിൻ തുടങ്ങണം. സീരിയസ് ആയിട്ട് ഒരുപാട് ആൾ നമ്മൾ പറഞ്ഞ സ്കാൻ മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് ശബ്ദം ഉയർത്തണം. രാഷ്ട്രീയ ഭേദമന്യേ പറഞ്ഞു. നാടിന്റെ മിനിമം ആവശ്യമാണ്. ദുരന്തം ഉണ്ടായ സമയത്തൊക്കെ കണ്ടതാണ് അവിടെ ഒരു ആശുപത്രി നല്ലത് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കണ്ടു. എന്തായാലും പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അത്. അപ്പൊ അവർ ശക്തമായി അതിനുവേണ്ടി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ സമ്മർദ്ദപ്പെടുത്തും. നാട്ടിന്റെ വയനാടിന്റെ സമ്മർദ്ദം കൊണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് വരും. മെഡിക്കൽ കോളേജ് നമ്മൾ വരുത്തും. പ്രിയങ്ക ഗാന്ധി നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തിരിച്ചിരിക്കും. 11,201 11,201 രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോട്ട പിടിക്കും എന്നുറപ്പായി. 2-0-1 എങ്കിൽ മ്യൂസിക്കിലാക്കാം. 1-1-2-0 ശരിയാവില്ല. താളമില്ല. 1-1-2-0-1 അത് പിന്നെ കുഴപ്പമില്ല. അപ്പൊ 1-1-2-0-1 ഇംഗ്ലീഷാണ് നല്ലത്.
ഇത് ചരിത്ര വിജയമാണ്, ചരിത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഈ പറയുന്ന മട്ടിൽ ബിജെപിക്ക് കാര്യമായ വേരോട്ടൊന്നുമില്ല. ഈ പറയുന്ന സൂപ്പർ കോൺഫറൻസ് ഒക്കെ വെറുതെ വാക്കുകൾ പറയുന്ന ആത്മവിശ്വാസം മാത്രമാണ്. അവരുടെ കൊടുങ്കോട്ടെ മുനിസിപ്പാലിറ്റി പോലും നിലനിർത്താൻ കഴിയില്ല. ത്രികോണ മത്സരം നടന്നില്ല, എല്ലാം നേർക്കുനേർ പോരായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കുറച്ച് പൊലിപ്പിച്ചായിരുന്നു, ചെറുതായിട്ട് പൊലിപ്പിച്ചു, പൊലിപ്പിച്ചതാണ്. ചെറിയൊരു പൊലിപ്പിൽ ഉണ്ടായി. ത്രികോണ മത്സരമില്ല, ചേലക്കരയിലും ത്രികോണ മത്സരമില്ല, ചേലക്ക ത്രികോണ മത്സരമില്ല. അല്ല, നമ്മൾ ചേലക്ക ത്രികോണം പറഞ്ഞില്ല, നമ്മൾ പാലക്കാട് ത്രികോണം.